ആ പ്രാർത്ഥന വീണെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയ മാതാവേ പിതാവേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാം, ഒരിക്കലും ഇല്ലാതായി പോകാം, ഒരിക്കലും നിർണ്ണയമായി മാറാം, ഒരിക്കലും അവമാനമായി മാറാം. എന്റെ ദൈവം വിലയിരുത്തിയിട്ടില്ല. പ്രാർത്ഥനയെ ജീവിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസ്തൻ എത്ര പറഞ്ഞാലും തീരത്തില്ല. ഇന്ന് വൈകുന്നേരം 7 മണി വരെ ഈ കണക്കിൽ പ്രസവിച്ചാൽ നിങ്ങൾ പറയും, പക്ഷെ ഞാൻ പറയത്തില്ല. മണിക്ക് സത്യം തോറും പവർ കയറിക്കൊണ്ടിരിക്കും. മൈക്ക് വേണ്ട, ഫാന് വേണ്ട, AC വേണ്ട, ഒന്നും വേണ്ട. ഫാനിക്ക് അലർജിയാണ്. ഫാൻ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു മാതിരി തോന്നും. പലവരും ചോദിക്കും, പാസ്റ്റർക്ക് എന്തോ മാജിക് ഉണ്ട്, ശരീരത്തിൽ ഫാനിലാണ് എങ്ങനെ നിൽക്കുന്നത്, എങ്ങനെ ഇത്രയും മണിക്കൂർ ശുശ്രൂഷിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്റെ മാജിക് അല്ല, എന്റെ കാലാവസ്ഥയ്ക്ക് ഒത്തവണമായി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ ഉള്ളിലുണ്ട്. എന്റെ കർത്താവിന്റെ ഉള്ളിലുള്ളത് കൊണ്ട് നിനക്ക് വിരോധമായി 2000 വർഷങ്ങൾക്ക് മുന്നേ മരുഭൂമിയുടെ ചേരിൽ കൂടെ നടന്ന് സുവിശേഷം പറഞ്ഞപ്പോ ഇതുപോലെ മേലോ ഏസിയോ ഇല്ലായിരുന്ന 3 ദിവസത്തോളം കാത്തോടെ തിരിഞ്ഞുകൊണ്ട് 3 ദിവസം സുവിശേഷം പറഞ്ഞപ്പോൾ ഞാനില്ലായിരുന്നു. എന്നാൽ ഒരു മടിയുമില്ലാതെ ഒരു കൂട്ടം ജനം 3 ദിവസം ആരാധിച്ചു. അവിടെ യേശു പറഞ്ഞത്, പാവം അവർ വിശക്കുന്നു, അവർക്ക് തീ ഭക്ഷിക്കാൻ കൊടുക്കേ. ഇവിടെ ഇന്ന് പലവരും പറഞ്ഞ ദൈവനാമത്തിന് എന്തേ കൊടുക്കാൻ പറഞ്ഞാൽ പറയും, എന്തേലൊന്നുമില്ല, ഉണ്ടെങ്കിൽ എന്നെ മുറുക്കി പിടിച്ചിരിക്കും. ഇല്ല ഇല്ല. ഇന്ന് ഞാൻ എൻ്റെ ചർച്ച ചെയ്ത് പറഞ്ഞേ, വരുന്ന ശനിയാഴ്ച BBS BBS. അപ്പൊ ഞാൻ പറഞ്ഞതിന് 6000-ഓളം ചെലവ് വരുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് രാവിലെ ആയിട്ട് ചോറ് കൊടുക്കണം, പൈസ നിങ്ങൾ എന്തെങ്കിലും മറ്റേ നന്മ തരാൻ പറഞ്ഞു. ആരും തലയാട്ടുന്നില്ല. ഒരു സഹോദരി പറഞ്ഞു, ഞാൻ ചായ ബിസ്ക്കറ്റ് കൊടുക്കാം. ഒരു സഹോദരൻ പറഞ്ഞു 500 രൂപ തരാം. ഞാൻ ക്ലോസ് ചെയ്തിട്ട് പറഞ്ഞേ, നിങ്ങൾക്ക് തീരുമാനമായി ഇപ്പം തരാൻ കഴിയുമെങ്കിൽ തന്ന് പിന്നീട് ഞാൻ തരാമെന്നുള്ള വാക്ക് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നതല്ല. വീണ്ടും ഒരു സഹോദരി പറഞ്ഞു, 1-2 പറഞ്ഞ ചെറിയ എമൗണ്ട് കാണിക്കാൻ. അതുപോലെയാണ് യേശുവിനെ വിശ്വസിച്ച് കൂടെ നടന്ന ശിഷ്യന്മാരോട് യേശു ചോദിച്ചു, അവർക്ക് എന്തെങ്കിലും ഭക്ഷിപ്പാൻ കുടിപ്പാനുണ്ടോ? ശിഷ്യന്മാർ പറഞ്ഞു, അയ്യോ കർത്താവേ, കർത്താവ് ഇങ്ങനെ പെട്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഒന്നുമില്ല. എന്നാലും മാലൻ പറഞ്ഞു, കർത്താവ് ഇന്നതിന്നത് എന്റെ കയ്യിലുണ്ട്, മതിയാവൂ? യേശു പറഞ്ഞു, മതി. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ കുഞ്ഞന്റെ മീനും അപ്പുറങ്കിലും കൊണ്ട് കൊടുത്തു. നിങ്ങൾ പറയും ഒന്നുമില്ല. പക്ഷെ ഞാൻ പറയും, ഒന്നുമില്ലാത്തവരിലും ചിലതുണ്ട്. ഉളവാകുന്ന കുട്ടം നിറയുന്ന ചില